അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗാണ്. നാത്തൂൻ്റെ ഹൗസ് വാമിങ്ങിനോടനുബന്ധിച്ചിട്ട് നമ്മൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസത്തിലല്ല, നമ്മൾ പല പല ദിവസങ്ങളിലായിട്ടാണ് സാധനങ്ങൾ നമ്മൾ നോക്കാനും സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ വാങ്ങിക്കാനും വേണ്ടിയിട്ട് പോയത്. ഒരുപാട് സാധനങ്ങൾ പുതിയ വീടാകുമ്പോൾ ആവശ്യം ഉണ്ടാകുമല്ലോ. ഫർണിച്ചർ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ പാത്രങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ, വണ്ടൂർ, നിലമ്പൂർ, എടവണ്ണ, ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുത്തെയൊക്കെ ഫർണിച്ചർ ഷോപ്പിലൊക്കെ കയറി അതേപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ആവശ്യമുള്ള സാധനം എന്താണെന്ന് അവിടെ കാണിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമ്മളെ വീടിനനുസരിച്ചിട്ട് വേണമല്ലോ നമ്മൾ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബഡ്ജറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കി അങ്ങനെയാണ് നമ്മൾ ഓരോ ഷോപ്പും കയറി ഇറങ്ങി സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തത്. നമ്മൾ ആദ്യമൊക്കെ ഹോൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയത്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഇതുപോലെയുള്ള ഷോപ്പിംഗ് എന്നൊക്കെ പറയുമ്പോൾ നല്ല രസമല്ലേ, എസ്പെഷ്യലി പുതിയ വീട്ടിലേക്കാകുമ്പോൾ. അതും ഫർണിച്ചറും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കളറ് അങ്ങനെയുള്ള കംഫർട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മൾ വാങ്ങിക്കാം. അപ്പോൾ ഞങ്ങൾ ഹോൾ ഫാമിലി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അംഗസംഖ്യ കുറയാൻ തുടങ്ങി, ഓരോരുത്തർ ഓരോ വഴിക്കായി. പിന്നെ എന്തായാലും നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം ഫർണിച്ചർ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ അതിനുശേഷം വീട്ടിലേക്ക് ആവശ്യമുള്ള കുപ്പി, പാത്രങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ചിലതൊക്കെ ഓൺലൈനിലായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ മേലാറ്റൂരുള്ള ജാംജൂം, പിന്നെ അതേപോലെ പല പല സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് നമ്മൾ വാങ്ങിയത്. എല്ലാം നമുക്ക് ഒരു സ്ഥലത്ത് നിന്നും കിട്ടിയിട്ടില്ല കേട്ടോ. സാധനങ്ങൾ വാങ്ങിക്കാനുള്ള വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവർക്ക് വെറുതെ സാധനങ്ങൾ പോയി വലിച്ചിട്ടാൽ മതിയല്ലോ. എന്തായാലും നമ്മൾ സാധനങ്ങളൊക്കെ എല്ലാം സെലക്ട് ചെയ്ത് അടിപൊളിയായിട്ട് തന്നെ ഹൗസ് വാമിങ്ങും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൗസ് വാമിങ്ങിൻ്റെ വ്ളോഗൊക്കെ ഞാൻ പിന്നീട് കേട്ടോ.